അസ്സലാമു അലൈക്കും യാ അയ്യുഹത്തുല്ലാബീൻ. നമുക്കിന്ന് തേർഡ് യൂണിറ്റ് പഠിച്ചാലോ? തേർഡ് യൂണിറ്റിൽ 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. തേർഡ് യൂണിറ്റിൻ്റെ പേരെന്താണ്? അൽ വത്തനുൽ ഹബീബ്. അൽ വത്തനുൽ ഹബീബ്. തേർഡ് യൂണിറ്റിൽ യൗമുൽ ഇസ്തിഖ്ലാൽ, അലമുൽ ഹിന്ദ്, വത്തനി, അങ്ങനെ 3 ചാപ്റ്റേഴ്സാണുള്ളത്. ഇന്ന് നമുക്ക് ആദ്യം യൗമുൽ ഇസ്തിഖ്ലാൽ എന്നുള്ള ചാപ്റ്റർ പഠിക്കാം. ചാപ്റ്റർ 1 യൗമുൽ ഇസ്തിഖ്ലാൽ. എന്താണ് യൗമുൽ ഇസ്തിഖ്ലാൽ? ഇൻഡിപെൻഡൻസ് ഡേ, സ്വാതന്ത്ര്യ ദിനം. ഇൻഡിപെൻഡൻസ് ഡേ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലേ? എന്നായിരുന്നു ഇൻഡിപെൻഡൻസ് ഡേ? ഏത് ദിവസമാണ് നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുന്നത്? ഓഗസ്റ്റ് 15, ഓഗസ്റ്റ് 15. നിങ്ങളെല്ലാവരും സ്കൂളിൽ ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിച്ചായിരുന്നോ? നിങ്ങളുടെ സ്കൂളിൽ എന്തൊക്കെ പ്രോഗ്രാംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്? ഒന്ന് ഓർത്ത് നോക്കിക്കേ, നല്ല രസമായിരുന്നു അല്ലേ? ഓക്കെ, ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് തിരിച്ചു വന്നാലോ? വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? ഒരു സോൾജിയർ ആണല്ലേ. സോൾജിയറിന് എന്താ അറബിൽ പറയുക അറിയോ? ജുന്തി എന്നാണ് പറയുന്നത്. സോൾജിയറിന് എന്താണ് അറബി പറയുന്നത്? ജുന്തി. ഇവിടെ ജുന്തി മാത്രമാണോ? ജുന്തീൻ്റെ കയ്യിൽ ഒരു കുട്ടി കൂടെ ഉണ്ടല്ലേ. ആരാണ് സോൾജിയർ? നമുക്ക് വേണ്ട സഹായങ്ങളും സേവനങ്ങളും ഒക്കെ ചെയ്തു തരാൻ വേണ്ടിയിട്ടാണ് സോൾജിയേഴ്സിനെ നിയമിച്ചിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാനുള്ള ഡ്യൂട്ടി ആർക്കാണുള്ളത്? ജുന്തീനാണുള്ളത്. നമ്മളെന്തെങ്കിലും അപകടത്തിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വരുന്നത് ആരാണ്? ജുന്തിയാണ്, സോൾജിയേഴ്സ് ആണല്ലേ. ഈ ചിത്രത്തിൽ സോൾജിയർ എന്തോ ചിന്തിക്കുന്നതായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് സോൾജിയർ ചിന്തിക്കുന്നത്? അന്ത ഫി യദിൻ ആമിന. ആമിനത്തിൻ എന്നാണ് എഴുതിയേക്കുന്നത് അല്ലേ. അന്ത ഫി യദിൻ ആമിന. നീ ഇപ്പോൾ സുരക്ഷിതമായ കൈകളിലാണ്. അന്ത നീ, ഫി യദിൻ കൈകളിൽ, ആമിന സുരക്ഷിതമായ. ഭൂമികുലുക്കത്തിലോ വെള്ളപ്പൊക്കത്തിലോ ഒക്കെ അകപ്പെട്ട ഏതോ ഒരു കുട്ടിയെ രക്ഷിച്ചുകൊണ്ട് സോൾജർ എടുത്ത് കയ്യിൽ പിടിച്ചേക്കുക. എന്നിട്ട് അദ്ദേഹം മനസ്സിൽ വിചാരിക്കുക, നീ ഇപ്പോൾ സുരക്ഷിതമായ കൈകളിലാണെന്ന്. ഇനി നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോയാലോ? വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? ഈ ചിത്രത്തിൽ എന്തൊക്കെ കാണുന്നുണ്ട്? ഒരു സൊഫ കാണുന്നുണ്ടല്ലേ, ഒരു ക്ലാസ്. ഒരു ക്ലാസ്സിൽ കുട്ടികൾ ഇരിപ്പുണ്ട്, ടീച്ചറും ഉണ്ട്. അവരുടെ ക്ലാസ് ടീച്ചർ ആയിരിക്കും അല്ലേ. ക്ലാസ്സിലേക്ക് ടീച്ചർ വന്നു. ടീച്ചർ വന്നിട്ട് കുട്ടികളോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും? ടീച്ചർ ആദ്യം ക്ലാസ്സിൽ വരുമ്പോൾ എന്താ പറയുക നിങ്ങളോടൊക്കെ? ഗുഡ് മോർണിംഗ് പറയുമല്ലേ. ഗുഡ് മോർണിംഗിന് എന്ത് പറയണമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞ പാഠങ്ങളിൽ. സ്വബാഹുൽ ഖൈർ. സ്വബാഹുൽ ഖൈർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്താ സ്വബാഹുൽ ഖൈർ എന്നൊരാൾ പറഞ്ഞാൽ മറുപടി എന്ത് കൊടുക്കും? സ്വബാഹുൻ നൂർ. അതെല്ലാവർക്കും അറിയാം അല്ലേ. പിന്നെ എന്തൊക്കെ ചോദിക്കും ടീച്ചർ? നിങ്ങൾക്ക് സുഖമാണോ, ഹൗ ആർ യു ചോദിക്കാറുണ്ടല്ലേ. ഹൗ ആർ യു എങ്ങനെ പറയും? അറബിൽ ഹൗ ആർ യുവിന് കൈഫൽ ഹാൽ എന്നാണ് പറയുന്നത്. കൈഫൽ ഹാൽ. കൈഫൽ ഹാലിന് എന്തൊക്കെ മറുപടി കൊടുക്കാൻ പറ്റും? സൈൻ അൽഹംദുലില്ലാ പറയാൻ പറ്റും. ബിഖൈർ അൽഹംദുലില്ലാ എന്ന് പറയും. പിന്നെയോ തൊയ്യിബ് അൽഹംദുലില്ലാ. എല്ലാം എന്താണ്? ഐ ആം ഫൈൻ എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. ഐ ആം ഫൈൻ അൽഹംദുലില്ലാ. ഇനി നമുക്ക് പാഠഭാഗം വായിച്ച് നോക്കാം. അബിന ഈ, എൻ്റെ മക്കളെ. ടീച്ചർ വിളിക്കുക. എന്നിട്ട് പറയുക, നഹ്തഫിലു ബി യൗമിൽ ഇസ്തിഖ്ലാലി ഫിൽ ഉസ്ബൂഇൽ ഖാദിം. ഫിൽ ഉസ്ബൂഇൽ ഖാദിം എന്ന് പറഞ്ഞാൽ ഈ വരുന്ന ആഴ്ചയിൽ നഹ്തഫിലു നമുക്ക് ആഘോഷിക്കണം. നമുക്ക് ആഘോഷിക്കണം. എന്താഘോഷിക്കണം? ബി യൗമിൽ ഇസ്തിഖ്ലാൽ, സ്വാതന്ത്ര്യദിനം നമുക്ക് ആഘോഷിക്കണം. ഇൻദന കെസീറും മിനൽ ബറാമിജി. ബറാമിജ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാംസ്. ഇൻദന കെസീർ, നമുക്കുണ്ട് ധാരാളം. എന്തുണ്ട്? മിനൽ ബറാമിജ്, നമുക്ക് ധാരാളം പ്രോഗ്രാംസ് ഉണ്ട്. ഏതൊക്കെയാണ് ആ പ്രോഗ്രാംസ്? ഇഅ്ദാദുൽ അലം, ഫ്ലാഗ് തയ്യാറാക്കണം. ഇഅ്ദാദുൽ മജല്ല, മജല്ല തയ്യാറാക്കണം. തംസീൽ,
അപ്പോൾ തംസീൽ എന്ന് പറഞ്ഞാൽ ആക്ട്, അതായത് നമ്മൾ റീപ്രസെൻ്റ് ചെയ്യുമല്ലോ വേഷങ്ങൾ, അതാണ് തംസീൽ. ഇൻഷാദ് ഗൈരിഹ പാട്ട്, ഇൻഷാദ് പാട്ട്, ഗൈരിഹ ബാക്കിയുള്ള മറ്റുള്ള പരിപാടികളെല്ലാം നമുക്ക് ചെയ്യാനുണ്ട്. മൈ യുഷാരിക്കു ഫി തംസീലി, ആരൊക്കെ തംസീൽ പങ്കെടുക്കുന്നുണ്ട്? അങ്ങനെ ഓരോരുത്തരായി കൈപൊക്കാൻ തുടങ്ങി. ആദ്യം അജ്മൽ എഴുന്നേറ്റിട്ട് എന്തോ പറഞ്ഞു, അന സ ഉമസ്സിലു മഹാത്മാഗാന്ധി, അന ഞാൻ സ ഉമസ്സിലു മഹാത്മാഗാന്ധി, മഹാത്മാഗാന്ധിയായിട്ട് ആക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ടീച്ചർ എന്താ പറഞ്ഞു, അഹ്സൻ ത യാ അജ്മൽ, അജ്മൽ യാ അജ്മൽ, വെരി ഗുഡ്, വെൽ ഡൺ ഒക്കെ പറഞ്ഞു അല്ലേ. എന്നിട്ടോ അടുത്ത ആൾ കൈപൊക്കിയിട്ട് എന്തോ പറഞ്ഞു, സ ഉമസ്സിലു ജവഹർലാൽ നെഹ്റു, ഞാൻ ജവഹർലാൽ നെഹ്റു ആയിട്ട് ആക്ട് ചെയ്യാം. അപ്പോൾ ടീച്ചർ എന്തോ പറഞ്ഞു, തൊയ്യബ് യാ രാഹുൽ, രാഹുൽ തൊയ്യബ്, ഗുഡ്, വെരി ഗുഡ്. അങ്ങനെ ഓരോരുത്തരും അവരവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ടീച്ചർ നോക്കിയപ്പോൾ ഒരാൾ ഇങ്ങനെ എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ടീച്ചർ അവനോട് ചോദിച്ചു, മാതാ തുഫക്കിർ യാ സൽമാൻ, സൽമാനെ നീ എന്താണ് ചിന്തിക്കുന്നത്? മാതാ തുഫക്കിർ, വാട്ട് ഡു യു തിങ്കിങ്? സകൂനു ജുന്തിയൻ, ഞാനാകും ആരാകും? ജുന്തിയൻ, ഒരു സോൾജിയർ ആകാം. അപ്പോൾ എന്താണ് സൽമാൻ ചിന്തിച്ചത്? ഞാനൊരു സോൾജിയർ ആകാമെന്നാണ് ചിന്തിച്ചതല്ലേ. എന്തുകൊണ്ടാവും അവൻ അങ്ങനെ ചിന്തിച്ചത്? അവന് ഇതുപോലെ ഒരു അപകടത്തിൽപ്പെട്ട് അവനെ രക്ഷിച്ചത് ആരായിരിക്കും? ഒരു സോൾജിയറാണ്. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ മനസ്സിൽ ആ സോൾജിയറിനെ പോലെ ആകാനാണ് അവൻ ആഗ്രഹിച്ചത്. പാഠഭാഗം എല്ലാവരും നന്നായി വായിച്ചു നോക്കൂലേ? ഇനി നമുക്ക് ഈ പാഠത്തിലെ എക്സസൈസ് ചെയ്യാം. നുറാജിഉൻ നസ്സ വനക്തുബ്. പാഠഭാഗം വായിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ചെയ്യാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എന്താണ് തന്നേക്കുന്നത്? മാ ബറാമിജ് യൗമിൽ ഇസ്തിഖ്ലാൽ, സ്വാതന്ത്ര്യദിനത്തിന് എന്തൊക്കെ പ്രോഗ്രാമാണുള്ളത്? നമ്മൾ പഠിച്ചില്ലേ? ആ പ്രോഗ്രാംസ് എല്ലാം എടുത്ത് എഴുതിക്കേ. ഇഅ്ദാദുൽ അലം വ ഇഅ്ദാദുൽ മജല്ല വ തംസീൽ വൽ ഇൻഷാദ്. അത് 4 നമുക്ക് എടുത്ത് എഴുതാം. ഫ്ലാഗ് തയ്യാറാക്കൽ, മാഗസിൻ തയ്യാറാക്കൽ, ആക്ടിംഗ്, സോങ്. നെക്സ്റ്റ് എക്സസൈസ് നത്തഹദ്ദസു വനക്തുബു. നമുക്ക് കണ്ടെത്തി എഴുതാം. മൈ യുമസ്സിലു മഹാത്മാഗാന്ധി, മഹാത്മാഗാന്ധിയായിട്ട് ആക്ട് ചെയ്യാമെന്ന് പറഞ്ഞത് ആരാണ്? പേരെഴുതുക. അജ്മലാണല്ലേ, അപ്പോൾ അജ്മൽ എന്ന് എഴുതി കൊടുക്കാം. മൈ യുമസ്സിലു ജവഹർലാൽ നെഹ്റു, ജവഹർലാൽ നെഹ്റു ആയിട്ട് ആക്ട് ചെയ്യാമെന്ന് പറഞ്ഞത് ആരാണ്? രാഹുൽ. മൈ യുമസ്സിലു ജുന്തിയുൻ, സോൾജിയറായിട്ട് അഭിനയിക്കാമെന്ന് പറഞ്ഞ ആരാണ്? സൽമാൻ. ഇനി നെക്സ്റ്റ് എന്താണ്? നുൻഷിദു വ നത്തദവ്വക്കു. നമുക്ക് പാട്ട് പാടാം, നമുക്ക് ആസ്വദിച്ചൊരു പാട്ട് പാടാം. യൗമുൽ ഇസ്തിഖ്ലാലിൽ പാടാൻ പറ്റിയൊരു കുഞ്ഞു കവിതയാണിത്. നമുക്കെല്ലാവർക്കും കൂടെ പാടി നോക്കിയാലോ? യാ ഷഹീദൽ വതൻ യാ സഈമൽ വതൻ യാ അമീറൽ ഉമം യാ മുഖീമൽ ഖിയം അന്ത റംസുൽ കറം അന്ത കൻസുൽ ഹിമം സിർതു നൂറൽ അമൻ ഫീ സബീലിൽ വതൻ. എല്ലാവരും ഈ പാട്ട് പാടി പഠിക്കണേ. ഇനി നെക്സ്റ്റ് എക്സസൈസിലേക്ക് പോയാലോ? നഖ്റഉ വനുക്കമ്മിൽ. വായിച്ചു നോക്കിയിട്ട് പൂർത്തിയാക്കാം. മൻ ഹാദ, ഹാദ എന്ന് പറഞ്ഞാൽ ദിസ് ആണ്. അപ്പോൾ മൻ, ഹു ഈസ് ദിസ്? മൻ ഹാദ, ഹു ഈസ് ദിസ്? എന്താണ് ആൻസർ? ഹാദ മഹാത്മാഗാന്ധി. ആ പിക്ചർ മഹാത്മാഗാന്ധിയുടെ അല്ലേ? അപ്പോൾ ഹാദ, ദിസ് ഈസ് മഹാത്മാഗാന്ധി. നെക്സ്റ്റ് ഡാഷ് ഹാദിഹി. ക്വസ്റ്റ്യൻ ചോദിക്കുക. അതാണ് ഈ ഇരിക്കുന്ന ആരാണെന്ന് ചോദിക്കുക. അപ്പോൾ ആര്, ഹൂവിൻ്റെ അറബ് എന്താണ്? മൻ. അപ്പോൾ മൻ എവിടെ എഴുതി കൊടുക്കണം? ആ ഫില്ലിങ് ദ ബ്ലാങ്ക്സിൽ. മൻ ഹാദിഹി. അവിടെ ഹാദായ്ക്ക് പകരം ഹാദിഹി ചോദിച്ചല്ലേ? എന്തുകൊണ്ടായിരിക്കും? മെയിലും ഫീമെയിലും വരുമ്പോൾ അങ്ങനൊരു വ്യത്യാസമുണ്ട്. ഇംഗ്ലീഷിൽ ദിസ് എന്ന് തന്നെ പറയൂ, പക്ഷേ അറബിൽ വരുമ്പോൾ ഹാദ എന്ന് പറഞ്ഞാൽ മെയിലിനെ സൂചിപ്പിക്കുന്ന ദിസ്സാണ്. ഹാദിഹി എന്ന് പറഞ്ഞാൽ ഫീമെയിലിനെ സൂചിപ്പിക്കുന്ന ദിസ്സാണ്. ഓക്കെ,
ഹാദ ഹാദിഹി. വ്യത്യാസം മനസ്സിലായല്ലോ? അപ്പോൾ ആൻസർ എന്ത് പറഞ്ഞു? ഹാദിഹി ജദ്ദത്തുൻ. ദിസ് ഈസ് ഗ്രാൻഡ് മദർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജവഹർലാൽ നെഹ്റുവിൻ്റെ പിക്ചറാണ് തന്നേക്കുന്നത്. അപ്പോൾ അവിടെ എന്ത് ചോദിക്കാം? മെയിലല്ലേ? അപ്പോൾ മൻ ഹാദ. ആൻസർ എന്താ വന്നേക്കുന്നത്? ഡാഷ് ജവഹർലാൽ നെഹ്റു. അപ്പോൾ ഹാദ ജവഹർലാൽ നെഹ്റു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ത് കൊടുക്കാം? അവിടെ മൻ ഹാദ കൊടുക്കാം. അവിടെ ഒരു സോൾജർ അല്ലേ നിൽക്കുന്നേ? മൻ ഹാദ. അപ്പോൾ ഹാദ ജുന്ദിയുൻ. നെക്സ്റ്റ് നഖ്റഉ. നമുക്ക് വായിക്കാം. അസലുൻ, മിൽഅഖത്തുൻ, റബീഉൻ, ദിറാഉൻ, ഖിറാഉൻ, ബബ്ഗാഉ, സൊംഗുൻ, ദിമാഗുൻ. ഇത്രയും വേർഡ്സിൽ റെഡ് കളറിൽ മാർക്ക് ചെയ്തേക്കുന്നത് കണ്ടോ? റെഡ് കളറിൽ എഴുതിയേക്കുന്ന ലെറ്ററുകൾ ഐൻ, ഗൈൻ. അപ്പോൾ ഐനും ഗൈനും നമുക്ക് എഴുതുമ്പോൾ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഒരു കലിമത്തിൻ്റെ തുടക്കത്തിലാണെങ്കിൽ ഐൻ ഇങ്ങനെ എഴുതും. എക്സാമ്പിൾ അസലുൻ, ഖിറാഉൻ. ഇനി ഒരു വേർഡിൻ്റെ സെൻറ്ററിലായിട്ട് അല്ലെങ്കിൽ ഇടയ്ക്ക് എവിടെയെങ്കിലുമാണ് വരുന്നതെങ്കിൽ രണ്ടാമത് എഴുതിയേക്കുന്ന മോഡലിൽ ഐനും ഗൈനും എഴുതാം. എക്സാമ്പിൾ മിൽഅഖത്തുൻ, ബബ്ഗാഉൻ. മൂന്നാമത് എഴുതിയിരിക്കുന്നത് ഒരു വേർഡിൻ്റെ ലാസ്റ്റ് വരുമ്പോൾ ഐൻ എങ്ങനെ എഴുതാം എന്നാണ്. ഐൻ ലാസ്റ്റ് കൂട്ടക്ഷരമായിട്ട് എഴുതുകയാണെങ്കിൽ, അതായത് മുന്നിലുള്ള അക്ഷരത്തോട് ചേർത്ത് എഴുതുകയാണെങ്കിൽ മൂന്നാമത് കൊടുത്തേക്കുന്ന ഐൻ രൂപത്തിൽ എഴുതണം. എക്സാമ്പിൾ റബീഉൻ, സൊംഗുൻ. അടുത്ത നാലാമത് എഴുതിയേക്കുന്ന ഐൻ എക്സാമ്പിൾ ദിറാഉൻ, ദിമാഗുൻ. കണ്ടോ? അതിൽ അലിഫിനോട് ചേർത്ത് ഒരക്ഷരവും എഴുതത്തില്ല. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി എഴുതാനാണ് ഈ ഐൻ ഉപയോഗിക്കുന്നത്. അലിഫ് മാത്രമല്ല, അലിഫിനെ പോലെ ദാല്, റോ, സ തുടങ്ങിയ അക്ഷരങ്ങൾക്ക് ശേഷം വരുന്ന അക്ഷരത്തിനെ കൂട്ടിച്ചേർത്ത് എഴുതുകയില്ല.